ഹേ ഗൈസ്, കുറെ ആയില്ല ഒരു ഡേ ചെയ്തിട്ട്. സോ ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് നല്ല പൂ പോലത്തെ പുട്ടും പപ്പടവും വീട്ടിൽ തന്നെ ഉണ്ടായ പഴവുമാണ്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മളിവിടെ കോഴിക്കോടേക്കൊക്കെ ഇഷ്ട കറി എന്ന് പറയാം. ഇറ്റ്സ് ആക്ച്വലി പൊട്ടറ്റോ കറി. പിന്നെ അമ്മ ഉണ്ടാക്കിയത് കഴിഞ്ഞ ബനാന ഫ്രൈ കൂട്ടി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അതിനിടയ്ക്ക് ഒരു ചോക്ലേറ്റ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ലോലിപോപ്പ് കഴിച്ചു. ഈ ലോലിപോപ്പിന്റെ ഷേപ്പ് വന്നിട്ട് ചിക്കന്റെ ഷേപ്പാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കോഴികളെല്ലാം മെൻഷൻ ചെയ്തിനകത്ത് കേട്ടോ. പിന്നെ ഇതിന് ഉച്ചയ്ക്ക് ചോറും മീൻ പൊരിച്ചതും പരിപ്പും കായും കറിയും മീൻ കറിയും പപ്പടവും അച്ചാറും തൈരില്ല തോരനും ഉണ്ടായി. ഇതൊക്കെ അമ്മമ്മ എനിക്ക് വാരി തരുമായിരുന്നു. ബിക്കോസ് എനിക്ക് സുഖയില്ലല്ലോ. അമ്മമ്മ വാരി തരുമ്പോ അമ്മമ്മേന്റെ ഉരുള എന്ന് പറയുന്നത് അത്രയും വലിയ ഉരുള, അതൊക്കെ ഒരു JCB ഒക്കെ വരുന്ന പോലെ. അപ്പൊ അതൊരു ഒന്ന് രണ്ടെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് വയറങ്ങ് നിറഞ്ഞോളൂ. പിന്നെ ഒരു ഈവനിങ് ആയ സമയത്ത് അച്ഛന്റെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ മാമൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്താ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അടിപൊളിയായിരുന്നു സാധനം. ആൻഡ് അത് നല്ല പ്രോട്ടീൻ റിച്ച് കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അതിൻ്റെ കൂടെ പപ്സും ചായയും കുറച്ച് സ്വീറ്റ്സും അത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ നടുവണ്ണൂര് റൈനാസിന്റെ പീടിക എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ടീ ഷോപ്പാണ്. അവിടെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് മജ്ബൂസ് കണ്ടിട്ടുണ്ടായി. സോ ഐ തോട്ട് അമ്മ ഉണ്ടാക്കുന്ന മജ്ബൂസാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത്. പക്ഷെ പുറത്തുനിന്ന് കഴിക്കുന്ന നാട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അവിടെ പോയിട്ട്. സോ ഇത് വന്നിട്ടുള്ളത് നടുവണ്ണൂർ മെട്രോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള ഷോപ്പാണിത്. സോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട്. സോ വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ കൂടെ കപ്പ ബിരിയാണിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.